Dear my channel viewers, welcome to the Voice of Marketing. Wish you all the best and the success in your life. I have immense pleasure to invite all of you a new episode to face your challenge. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും നമ്മൾ ചെറുപ്പത്തിൽ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ പഠിച്ചൊരു കാര്യമല്ലേ അത്? ഒരു ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെ വർക്ക് ചെയ്യണം? 1 ലക്ഷം രൂപയുടെ പർച്ചേസ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ നടത്തുന്നു. ചെറിയ ഡിസ്ട്രിബ്യൂട്ടർ ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് എടുത്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആരംഭിക്കുമ്പോൾ പ്രതീക്ഷ ആർക്കൊക്കെ ഉണ്ട്? ആ കമ്പനിക്ക് അയാളിൽ ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു പ്രതീക്ഷ ആ കമ്പനിയിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആദ്യം ചെയ്യേണ്ട കാര്യം, പ്രധാന കർത്തവ്യം എന്താണ്? ആ കർത്തവ്യം അയാൾ ആദ്യം ചെയ്യേണ്ടത് അയാളുടെ ചുറ്റുപാടുമുള്ള അയാളുടെ സമീപ പ്രദേശങ്ങൾ ഒരു 5 കിലോമീറ്ററിന്റെ ചുറ്റളവിലുള്ള സ്ഥലത്തിലാണ് ആദ്യം അയാൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ എന്തൊക്കെ അയാൾക്ക് മെച്ചം കിട്ടുന്നുണ്ട്? ഈ ഡെലിവറിക്കൊക്കെ വേണ്ടി കുറെ അധികം ദൂരം ഓടി പോവുക എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ നഷ്ടം വരും അല്ലേ? അപ്പോൾ വളരെ അടുത്തുള്ള പ്രദേശത്ത് ആ പ്രോഡക്റ്റ് കൊടുക്കുക. അടുത്തുള്ള പ്രദേശത്ത് എങ്ങനെ കൊടുക്കണം? 25-35 ഡീലറെ ഈ 1 ലക്ഷം രൂപയുടെ ഐറ്റം കൊണ്ടുപോയി 5, 6, 7 വെച്ചിട്ട് കൊടുക്കാൻ നോക്കരുത്. സെലക്ട് ചെയ്യാൻ പറ്റണം. ഒരു 5 പേർക്ക് ആദ്യം കൊടുക്കുക. 5 പേരെ അപ്പോയിന്റ് ചെയ്യുക. 5 പേർക്ക് ഫസ്റ്റ് വീക്കിൽ പ്രോഡക്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് വീക്കിൽ അവിടെ പോവാം, അടുത്ത വീക്കിൽ നമ്മൾ പോവാം. അപ്പോൾ തീർന്ന ഐറ്റം എന്തൊക്കെയുണ്ടെന്ന് അവരോട് ചോദിക്കുക. അപ്പോൾ ആ പ്രോഡക്റ്റ് വീണ്ടും അവിടെ തന്നെ കൊടുക്കുക. കാരണം അവരെ ആദ്യം അപ്പോയിന്റ് ചെയ്ത് അവർക്ക് കൊടുക്കാനുള്ള ആദ്യം കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ 1000 രൂപയോ 2000 രൂപയോ ഏതെങ്കിലും ഒരു ക്യാഷ് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. ആ പൈസ കയ്യിൽ വെക്കുക. അത് വച്ച ശേഷം വേണം അത് വയ്ക്കുമ്പോൾ നമുക്ക് പുതിയ ഡീലറെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു ഫണ്ടായി. അതുകൊണ്ട് പുതിയ പർച്ചേസ് നടത്താം, പുതിയ ഡീലറെ അപ്പോയിന്റ് ചെയ്യാം. ആ രീതിയിൽ പോകാതെ വെറുതെ 1 ലക്ഷത്തിന്റെ ഐറ്റം കൊടുത്തു, അത് വളരെയധികം ദൂരത്ത് കൊണ്ടുപോയി നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്പോട്ടിൽ നിന്നും 20-30 കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടി ഓടുമ്പോഴേക്കും നമ്മുടെ എക്സ്പെൻസും ഇല്ല. പിന്നെ അവിടെ എത്തുമ്പോൾ അന്ന് പൈസയും കിട്ടിയില്ലെങ്കിൽ എന്തായി അന്നത്തെ അവസ്ഥ? ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഡീലറെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ ഡിസ്ട്രിബ്യൂട്ടർമാരാണെങ്കിൽ സമീപ പ്രദേശത്തായിട്ട് തന്നെ ഒരു 5-6 ഡീലറെ അപ്പോയിന്റ് ചെയ്യുക. നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുക. സാർ, ഞാൻ ഇങ്ങനെ ചെറിയൊരു പ്രസ്ഥാനമായിട്ട് തുടങ്ങിയിരിക്കുന്നതാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേയ്മെൻ്റൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം, ഞാൻ റെഡി പേയ്മെൻറ്റ് എടുത്തത് ബിസിനസ് ചെയ്യുന്നതാണ്. സൗമ്യതയോടെ, സ്നേഹത്തോടെ, വളരെ റെസ്പെക്റ്റോടെ ഒരു ഡീലറെ അടുത്ത് സംസാരിച്ചാൽ അത് അയാൾക്ക് മനസ്സിലാകാതിരിക്കില്ല. നമുക്ക് പിന്നെ ഓടി വന്ന ഒരു ഡീലർക്ക് നമ്മൾ കൊടുക്കില്ലല്ലോ. നമ്മളൊന്ന് സ്റ്റഡി ചെയ്യില്ലോ, ഏതൊക്കെ ഡീലർ പൈസ തരുന്നവർ എത്ര പേരുണ്ട്, പൈസ തരാത്തവർ എത്ര പേരുണ്ട്. അവരൊക്കെ ചെറിയ ഹിസ്റ്ററികൾ എടുത്ത് പരിശോധിക്കണം. അതിനെക്കുറിച്ച് അറിയാവുന്നവരുടെ അടുത്തൊന്ന് ചോദിക്കണം. ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് കയറണം. എന്ത് കാര്യം അങ്ങനെയാണല്ലോ ലൈഫില്. ആദ്യത്തെ സ്റ്റെപ്പ് കയറിയല്ലേ മുകളിലെ സ്റ്റെപ്പിലേക്ക് നടന്നു കയറാൻ പറ്റുകയുള്ളൂ. സക്സസ് ഇരിക്കുന്നത് താഴെ നിന്നും മുകളിലേക്കായിരിക്കണം. സക്സസ് ഇരിക്കുന്നത് മുകളിൽ നിന്നും താഴേക്ക് ഒരിക്കലും സക്സസ് എന്ന് പറയില്ല. ഓൾ ദ ബെസ്റ്റ്.